ദാദ്രി സംഭവത്തിൽ പ്രതിഷേധിച്ച ദില്ലിയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എവിടെയാണ് പ്രതിഷേധ പ്രകടനം? അരുൺ, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് SFI, ഐസ, DSF ഉൾപ്പെടെയുള്ള ഇടതു വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് വളരെ അകലെ വെച്ച് തന്നെ പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. ദാദ്രി സംഭവം ഉൾപ്പെടെയുള്ള വർഗീയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുന്നത്. പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന സമീപനങ്ങൾക്ക് എതിരെയാണ് ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. ദാദ്രി സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരായ മഹേഷ് ശർമ്മ, അതോടൊപ്പം തന്നെ BJP MLA സംഗീത് സോം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കണമെന്നും ഉന്നതതല അന്വേഷണം, ദാദ്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സംയുക്തമായ പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടിയാണ് ഇടതു വിദ്യാർത്ഥികളുടെ തീരുമാനം. ഈ മാർച്ച് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ബാരിക്കേഡ് തകർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ദില്ലിയിലൂടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന ഇത്തരം വർഗീയവൽക്കരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ദില്ലിയിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. അരുൺ, സംഭവത്തിന് ശേഷം ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായി ഇടത് പ്രസ്ഥാനങ്ങളുടേതായി നടന്നു. സംഘടിതമായി ഇത് ആദ്യമായാണോ? ആ തരത്തിൽ വലിയ ഒരു പ്രക്ഷോഭമായി തന്നെ ഇതിനെ കാണാമോ സന്തോഷ്? അരുൺ, തീർച്ചയായും ദില്ലിയിൽ ഈ വിഷയത്തെ ദാദ്രി സംഭവത്തിന് ശേഷം ദില്ലിയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഘടിത പ്രക്ഷോഭമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ക്യാമ്പസുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകളെ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ മാർച്ച് നടത്താനായിരുന്നു ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ഏതായാലും സാധാരണഗതിയിൽ പാർലമെന്റിലേക്കാണ് മാർച്ച് നടത്തുന്നതെങ്കിൽ ഈ വിഷയങ്ങൾക്ക് എല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഉത്തരവാദി എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിൽ നടത്തുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതി ആരംഭിക്കുന്ന റോഡിന് സമീപത്ത് വെച്ച് തന്നെ പോലീസ് വലിയ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഈ സമരത്തെ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ശ്രമമാണ് വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. അത് മാത്രമല്ല, മിനിറ്റുകൾ പിന്നിടുന്തോറും കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തിൽ അണിചേരുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. അരുൺ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.